വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് കറിയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറി ലീവ്സ് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുവേ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസിനുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിന് താഴെ അതിൻ്റെ പകുതിക്ക് ക്യൂമിൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ പോവുകയാണേ. അപ്പോഴേക്കും നല്ല കുഴമ്പ് പരുവത്തിനായി കിട്ടും നമ്മുടെ ഈ കറി. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ നമ്മുടെ കറിയെല്ലാം ഈ പരുവത്തിനായി കിട്ടും. ഒരു 5 മിനിറ്റ് മതി ഈ പരുവത്തിനായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനേ. അതിനുശേഷം ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ട് അരിഞ്ഞ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എപ്പോഴും മുട്ട പുഴുങ്ങുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കാത്തതേ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പറ്റാവുന്ന അത്രയും ഉടച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞാനിത് ചപ്പാത്തിയുടെ കൂടെ സർവ് ചെയ്യാറാണ് പതിവ്. അപ്പോഴേക്കും നമ്മുടെ കറി കറക്റ്റായിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.